ചുമ്മാതല്ല കേട്ടോ, ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് വൈറലാകുന്നത് കാരണം അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. കുറേ പേരുണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങ് ഉണ്ടാക്കി നോക്കി. എന്തായാലും നേരത്തെ ട്രൈ ചെയ്യേണ്ടതായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചിന്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇഡലി തട്ടിലേക്ക് 2 മുട്ട പൊടിച്ച് വെച്ചായിരുന്നു, കുറച്ച് ചിക്കൻ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിരിയമുളകില്ലേ കാശ്മീരി ചില്ലി അത് വെച്ച് കൊടുത്തായിരുന്നു, കുറച്ച് വെളുത്തുള്ളിയും കൂടെ വെച്ച് കൊടുത്ത് മുട്ടയുടെയും ചിക്കൻ്റെ മുകളിലായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മയണൈസ് തയ്യാറാക്കാം. ഞാൻ 2 ടൈപ്പ് മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചീസ് ഇട്ടിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഒന്ന് നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ പറ്റുന്ന തൈര് ഒഴിച്ചിട്ടുള്ള മയണൈസ്. അപ്പോൾ ആദ്യത്തെ ചീസ് ഇട്ടിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത് ഇതുപോലെ ചീസിന് പകരം കുറച്ച് നല്ല കട്ട പുളി ഇല്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചീസിൻ്റെ മയണൈസിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പം മയണൈസ് രണ്ടും റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ ഒന്ന് ഇതുപോലെ കൈ കൊണ്ട് പിച്ചെടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഞാൻ 2 ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒന്നിൽ ഒരു ചീസ് ഇട്ടിട്ടുള്ള മയണൈസ് ഒഴിച്ച് കൊടുത്തു, ഒന്നിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള തൈര് ഒഴിച്ചിട്ടുള്ള മയണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ആദ്യം ഞാൻ ചീസിൻ്റെ ആ ഒരു ഫില്ലിങ്ങാണ് വെച്ചത്, രണ്ടാമത് വെച്ചത് തൈരിൻ്റെ ഫില്ലിംഗ് ഒന്നും കണ്ടാൽ നമുക്കിത് ഏതാ ചീസ് ഏതാ തൈരെന്നൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ടേസ്റ്റും അതുപോലെ ഡിഫറൻ്റ് ഒന്നുമില്ല. കുറച്ച് ചീസിൻ്റെ ടേസ്റ്റ് മറ്റേതിൽ വരും, അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടും അടിപൊളിയായിരുന്നു. ഇനിയിപ്പം നമുക്ക് ബട്ടറിൽ ഒന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ 2 സൈഡും നന്നായിട്ട് മുരിയിച്ചെടുക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കേ.